അപ്പം എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നത് എന്നുള്ളത് പൊതുജനത്തിൻ്റെ ഇടയിൽ എല്ലാ കാലത്തും ഒരു ചർച്ചാ വിഷയമാണ്. പണ്ട് കാലത്ത് പെട്ടിക്കടയിലിരുന്ന് വിശേഷം പറഞ്ഞ കാലം പോയി. ഇന്ന് ഒരു വിരൽത്തുമ്പിൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വീട്ടിലിരുന്ന് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലം മാറി. അതനുസരിച്ച് ആളുകൾക്ക് വളരെയധികം ഒരു വലിയ ചിന്താകുലം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ആളുകളും ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെയാണ്. തൊഴിലുറപ്പിൻ്റെ കുടുംബം പറയും, എടി അറിഞ്ഞോടി സുമതി പെന്തിക്കോസിൽ പോയി. ആണോ? ആ രമണിയും പോയല്ലോ. അപ്പം ഇതിങ്ങനെ ഒരു പറച്ചിലാണ്. ഇപ്പം എല്ലാവരും പെന്തിക്കോസി, അവളും പോയോ? ആ മറ്റേ ചാക്കോ, അയ്യോ അവനും പോയി. അപ്പം എല്ലാവരും ഇങ്ങനെ പെന്തിക്കോസിൽ പോയി. തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മളെ കൺവെൻഷന് കടന്നു ചെന്നാൽ അവിടെയുള്ള നോട്ടീസുകളിലൊക്കെ കൺവെൻഷൻ നോട്ടീസുകൾ വായിച്ചാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, കുട്ടപ്പൻ, രാജപ്പൻ, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി ഇതെല്ലാം പാസ്റ്റർമാരാണ്. മറുഭാഗത്ത് പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, അബ്ദുൽ വഹാബ് കണ്ണൂർ, റംലാ തോമസ്, സൗദ ബീവി, ഇങ്ങനെ പറഞ്ഞു പോയാൽ സമയം പോകും, അങ്ങോട്ട് പോകുന്നില്ല. മറുഭാഗം. മൂന്നാമത്തെ ഒരു ഭാഗം ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർസലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ കുറേ അച്ഛന്മാർ 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസിലോട്ട്. അപ്പം എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ലോകം ചർച്ച ചെയ്യും, എന്തുകൊണ്ട് ഈ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. 2002 പാരമ്പര്യ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഭാഗ്യമുണ്ടായത്. എൻ്റെ വീട്ടിൽ ബാപ്പയും ഉമ്മയും 2 പെങ്ങന്മാരും വല്യുമായും ഒക്കെ അടങ്ങുന്ന കുടുംബമാണ്. സാക്ഷ്യം പറയാനുള്ള സമയം പോരാ, അങ്ങോട്ട് കിടക്കുന്നില്ല. എന്നാൽ 2002 ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ചില മുഖാന്തരങ്ങളുണ്ടായി. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഏറ്റവും കൂടുതൽ എതിർത്ത ആൾ എൻ്റെ ഉമ്മ ജമീല ബീവി ആയിരുന്നു. ഈ ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് എടുത്ത് എറിഞ്ഞ് എൻ്റെ ഉമ്മ ബഹളം ഉണ്ടാക്കി. എൻ്റെ റബ്ബേ, ഇനി എന്തെല്ലാം കഷ്ടമാണോ ഇവിടെ വരാൻ പോകുന്നത്, ഏതൊക്കെ ഇബ്ലീസിനെ വിളിച്ചു കയറ്റാനാണോ ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി. എൻ്റെ ഉമ്മ കൃപയാൽ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുകയാണ് അമ്മ. 2 പെങ്ങന്മാരുണ്ട്, 2 പേരും വിശ്വാസ യുഗത്തിലേക്ക് കടന്നു വന്നു. ഒരു സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് പാസ്റ്ററാണ്, അവർ സുവിശേഷ വേല ചെയ്യുന്നു. 5 നേരം നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് ജീവിതം കഴിച്ച വിധവയായ വല്യുമ്മ കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഒറ്റ വാക്കിൽ അതാണ് കുടുംബ പശ്ചാത്തലം. ഞാനും എൻ്റെ കുടുംബവും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി കൃപയാൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്നു. ഓർപ്പിച്ചതുപോലെ കൺവെൻഷൻ വേദികളെക്കാൾ കൂടുതൽ ഇഷ്ടം പരസ്യയോഗങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ വിളിച്ച വിളി അറിയാത്തവരോട് അറിയിക്കുക എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. ദൈവശബ്ദം. അപ്പം അറിയാത്തവരോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യം അറിയാതെ കിടക്കുന്ന ജനത്തോട് പറയുക എന്നുള്ളതാണ് എൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗം. അതുകൊണ്ട് കവലകളിൽ, തെരുവോരങ്ങളിൽ ഈ സത്യം അറിയാത്ത ജനത്തോട് പറയുമ്പോഴാണ് കുറച്ചുകൂടി ഉറക്കത്തിനൊരു സുഖം. അത് ആളുകളുടെ എണ്ണം ഒന്നും വിഷയമല്ല. എന്നോട് ചോദിച്ച പോലെ പൊതുജനത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചർച്ചയുണ്ട്, ആളുകൾ എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പം ഇതിൻ്റെ കാരണം പൊതുജനത്തോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള സുവിശേഷ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വേദനയോടെ ഞാനൊന്ന് പറയാം, പല സുവിശേഷ യോഗത്തിലും നോട്ടീസിൽ സുവിശേഷ യോഗം എന്ന് പേരുണ്ടെങ്കിലും ഈ പറയേണ്ട കാര്യമൊട്ട് പറയുന്നില്ലെന്നുള്ളതാണ് വിഷമം. അതൊരു സങ്കടമാണ്. പോട്ടെ. അപ്പോൾ ഇത് പൊതുജനത്തിന് മനസ്സിലാകുന്ന പോലെ വലിയ ബഹളമൊന്നുമില്ലാതെ ശാന്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആശിക്കുന്നത്. അപ്പം ചില നാട്ടുകാർ പറയാം, നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് എല്ലാവരും ഈ പെന്തിക്കോസിൻ്റെ അകത്തോട്ട് പോകുന്നതെന്നറിയാം എന്ന് മുൻപേ വിധിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടും പുറത്തുണ്ട്.
കുറ്റം പറയാൻ ഒക്കുകയല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും, ഈ നിങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് അവർ തന്നെ കണ്ടുവച്ചിരിക്കുന്ന ചില ആക്ഷേപങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു വിടാം, പുറത്തുള്ള സഹോദരങ്ങൾ കേൾക്കുകയാണല്ലോ. അപ്പോൾ ചില ആളുകൾ പറയും, ഈ പെന്തിക്കോസിൽ പോകാൻ കാരണം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ട്. അപ്പോൾ ആളുകളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇന്ന് രാത്രി പൊതുസമൂഹം അതൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ പറയുക, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഒന്നും ആരും ജീവിതത്തിൽ നിന്നയും പരിഹാസവും അനുഭവിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഉണ്ടോ? നോക്ക്, എന്ന് ഈ പുസ്തകമെടുത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയ ആളാണ് ഞാൻ. വല്ലതും കിട്ടിയത് ഈ അടുത്ത ഇപ്പം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ അകത്തിരിക്കുന്ന സഹോദരിമാരോട് ചോദിച്ചാൽ പറയാം, കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ ആനുകൂല്യം തരാമെന്നിറക്കി വിട്ടിട്ടും ഇന്നും വാടകത്തുണ്ണ കിടന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെന്ന്. അപ്പം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് പ്ലീസ്. ചുമ്മാ പറയുന്ന. പിന്നെ പ്രത്യേകിച്ച് അമേരിക്കക്കാരൻ്റെ മുറ്റത്തെ കൺവെൻഷൻ ആകുമ്പോൾ പൈസ എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ഇരിക്കുമല്ലയോ, അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാം പറയും. ഇതൊക്കെ ആക്ഷേപങ്ങളാണ്. വാസ്തവത്തിൽ ഈ സമൂഹത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ആരെങ്കിലും രക്തബന്ധങ്ങൾ ഉപേക്ഷിച്ച് നിന്ന അനുഭവിച്ച് ഉപദ്രവമേറ്റ് അടിയും ഇടിയും സഹിച്ച് ചീത്തവിളി കൊണ്ട് ന്യായമായി ലഭിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുമോ? എന്തെങ്കിലും കിട്ടാനാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം വേണമല്ലോ. പണ്ട് എറണാകുളത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ തമാശയാ ആളുകളോടൊക്കെ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും ടോയ്ലറ്റും തരാം, കോളനിയിൽ പുകയില്ലാത്ത അടുപ്പും പിന്നെ കക്കൂസും തരാം എന്ന് അവിടെയുള്ള കോളനിക്കാരായ സാധുക്കളായ ജനങ്ങളോട് ഇയാൾ വാഗ്ദാനം വെച്ചു. രാഷ്ട്രീയക്കാരങ്ങനെ എന്തെല്ലാം വാഗ്ദാനം വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് വന്നപ്പോൾ അവിടെ കള്ളുകുടിയനായിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പോലും. അപ്പോൾ ഈ കള്ളുകുടിയൻ അവിടെ നിന്ന് ഇത് കേട്ടിട്ട് പറഞ്ഞു, അടുപ്പ് പുകയത്തില്ലെങ്കിൽ പിന്നെ കക്കൂസ് എന്തിനാ സാറേ? അപ്പം അയാൾ കള്ളു കുടിച്ചിട്ടാണെങ്കിലും ചോദിച്ചത് ഒരു അടുപ്പ് പുകഞ്ഞില്ലേ പിന്നെ എന്തിനാ ടോയ്ലറ്റ് എന്ന് ചോദിച്ചതുപോലെ ഈ അടിയും ഇടിയും ഉപദ്രവവും നിന്നേയും സഹിച്ച് ചീത്തവിളിയും കേട്ട് ബന്ധുക്കളുടെ അടിയും കൊണ്ട് ന്യായമായി കിട്ടേണ്ടതെല്ലാം കളഞ്ഞേച്ച് ഇതിൻ്റെ അകത്ത് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഇത് ആക്ഷേപമാണ്. പിന്നെ ചില ആളുകൾ മറ്റൊരാക്ഷേപം പറയുന്നത് എന്താണ്? യൗമാർ ഭയങ്കര ശബ്ദം അല്ലേ? എന്നാ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? യൗമാരെ ശബ്ദം കൊണ്ട് യൗമാർ എന്തൊരു ശബ്ദമാണ്. അപ്പം നമ്മളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ആക്ഷേപമാണ് യൗമാർ ഭയങ്കര ശബ്ദമാണ്. ഇത് വല്ല കഥയുണ്ടോ? ഗുണ്ട് പൊട്ടിക്കുന്നവൻ ഓലപ്പടക്കം പൊട്ടിക്കുന്നവൻ നോക്കിയിട്ട് പറയുക ശബ്ദമാണ്. വല്ല കഥയുണ്ടോ? ഗുണ്ട് ഇവൻ പൊട്ടിക്കുന്നത് ഗുണ്ട്, ഈ ഓലപ്പടക്കം പൊട്ടിക്കുന്നവൻ നോക്കിച്ചാ പറയുന്നത് ശബ്ദമാണ്. വല്ല കഥയുണ്ടോ? അപ്പം ആക്ഷേപമാണ്. ഇതെല്ലാം ആക്ഷേപിക്കുക. പിന്നെ ചില ആളുകൾ ഇച്ചിലൂടെ കയറ്റി പറയും, അത് ഇവരൊക്കെ ഇങ്ങനെ പോകാൻ കാര്യം എന്തെന്നറിയാമോ? യവന്മാർ മതം മാറ്റുന്ന ആളുകളാണ്. അങ്ങനെ കേൾക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ മതം മാറ്റുക, ഇന്നാളൊരു പെണ്ണുമ്പിള്ള ഈ TV ചാനലിലൊക്കെ വന്നിട്ട് പറയുകയാണ്, കുറേ പെന്തിക്കോസ് ഉപദേശിമാർ ഇവിടെ ഉണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ഒരു പെണ്ണുമ്പിള്ള. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോയാൽ പോരെ? വളരെ സിമ്പിളല്ലേ? കഞ്ഞിക്കും പയറിനും വേണ്ടി ഒരുത്തൻ ഇങ്ങോട്ട് ചാടിയെങ്കിൽ മുഴുത്തൊരു കോഴിക്കാലും 1000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വരികയല്ലേ? പോവുകയല്ലേ? കഞ്ഞിക്ക് വന്നവൻ കോഴി കണ്ടാൽ പോവുകയല്ലേ? പോകും. അങ്ങനെ എത്ര എണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് പോയി? ഇനിയും ചിലത് പോകാൻ ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. ഞാൻ സത്യമാണ് പറഞ്ഞേ. അങ്ങനെ എത്ര പേര് കഞ്ഞിക്ക് വന്നു കഞ്ഞി കിട്ടിപ്പോയി, കോഴിക്ക് വന്ന് കോഴി കിട്ടിപ്പോയി, ഫ്ലാറ്റിന് വന്ന് ഫ്ലാറ്റ് കിട്ടിപ്പോയി. അങ്ങനെ പോകേണ്ടവരൊക്കെ ഇനി എന്തു ചെയ്യും? പോകും. ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം, പാസ്റ്റർമാർക്ക് പിണക്കമില്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കാം. 1000 രൂപയോ 2000 രൂപയോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മുഴുത്ത ഒരു കോഴിയോ കാണിച്ചിട്ട് ഈ പന്തലിൻ്റെ അകത്ത് കുറേ പേര് ഇരിപ്പുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 50 എണ്ണത്തെയോ 100 എണ്ണത്തെയോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ. അതിൻ്റെ പേരിൽ നാളെ ഞങ്ങളാരും ഇവിടെ ഹർത്താൽ
പ്രഖ്യാപിക്കില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, മുണ്ടും മടക്കി കുത്തി കൊടി വിളിക്കത്തില്ല, ചീത്ത വിളിക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ അകത്തുനിന്ന് കോഴിക്കാലോ എന്തെങ്കിലും കാണിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ, നമുക്ക് പിണക്കം വഴക്കൊന്നുമില്ല. പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് കാണും, ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് കാണും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, മറിച്ച് മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ദൈവ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പരിസരത്ത് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയാം, ഞങ്ങളാരും അമേരിക്കൻ പണത്തിനും കഞ്ഞിക്കും പയറിനും ഒന്നിനും വേണ്ടി വിശ്വസിച്ചിരുന്ന മതപശ്ചാത്തലം വിട്ട് യേശുവിൻ്റെ പിന്നാലെ തുള്ളാനിറങ്ങിയവരല്ല. പൊതുസമൂഹം അപഹാസ്യത്തോടെ കാണുന്ന, അന്യഗ്രഹ ജീവികളെപ്പോലെ കാണുന്ന, കൊട്ടിപ്പാടി തുള്ളി തുള്ളി കലപിലാന്ന് എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്ന, ആർക്കും വേണ്ടാത്തൊരു പരിഹാസ കൂട്ടമെന്ന് ലോകം കാണുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, പെന്തക്കോസ്തുകാരിയാണെന്ന് അഭിമാനത്തോടെ പരസ്യമായി ഏത് നെരുക്കോണിൽ നിന്ന് വിളംബരം ചെയ്യുവാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ പിറകിലുണ്ട്. ആ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആശിക്കുന്നു. അപ്പൊ ചോദിക്കും, അങ്ങനെ എന്ത് പ്രത്യേകതയാണോ ഷമീറെ ഈ ബൈബിളിനുള്ളത്? ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത പറയാൻ തുടങ്ങിയാൽ ഇന്ന് രാത്രി വെളുക്കുവോളം സംസാരിച്ചാൽ തീരാത്ത പ്രത്യേകതയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ പുസ്തകം ചുമക്കുവാൻ ഷമീർ അബ്ദുൽ സലാമിനെ പ്രേരിപ്പിച്ച 1-2 പ്രധാന വിഷയങ്ങൾ പ്രാരംഭത്തിൽ പറയാം. ഒന്ന്, ഈ പുസ്തകം പിടിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ വായിച്ചു. പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ ഒരൊറ്റ പേപ്പറിൽ പോലും ഒരു ഭാഗത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകം ചുമക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം. അതുകൊണ്ട് അഭിമാനത്തോടെ പറയും, വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഈ പുസ്തകത്തിൽ ഒരൊറ്റ പേപ്പറിൽ പോലും മതം പഠിപ്പിക്കുന്നില്ല. എന്നാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം, ഇസ്ലാമിക സമൂഹം എന്നെ പഠിപ്പിച്ചത് മതം തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ ഞാൻ കടന്നുപോയത് മതപഠനത്തിനായിരുന്നു. മതത്തിൻ്റെ 1-ാം സ്ഥാനം മതത്തിന് കൊടുത്തുകൊണ്ട് പ്രസവിച്ച പെറ്റതള്ള പോലും അതിൻ്റെ താഴെ ഉള്ളൂ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മതത്തിനു വേണ്ടി തന്നെ ജീവിക്കുവാൻ, മതത്തിനു വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ചെറിയ പ്രായം മുതൽ ചോരത്തിളപ്പിൽ പഠിപ്പിച്ചു വളർത്തിവിട്ട് ഒരു സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ യേശത്തോട് വിളിച്ചു പറയും, വിശുദ്ധ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല. ആമേൻ. 2, ഈ പുസ്തകം ചുമക്കുവാൻ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാര്യം, ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ ഉപദേശി എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ലോകത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ല, ഇനി മേലാൽ സംഭവിക്കത്തുമില്ല. ഇന്ന് ഈ വർത്തമാനകാലത്ത് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആധുനികമായ സകലവിധമാകുന്ന വാർത്തകൾ ഉൾപ്പെടെ ഈ ലോകത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയും, ഒരു വാശിക്ക് വേണ്ടിയെങ്കിലും മേടിച്ചൊന്ന് വായിച്ചു നോക്കടോ. വായിച്ചു കഴിയുമ്പോൾ നീ പറയും, ഈ പുസ്തകമാണ് സത്യം. ആമേൻ. ഒരു വാദത്തിന് വായിച്ചു നോക്ക്, വായിച്ചാൽ ഇത് ചേർത്ത് പിടിക്കും. ഞാൻ കോട്ടയത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ അടുത്തു വന്നു കാണാൻ. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. സന്തോഷം. എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
അറിയില്ല. കണ്ടാൽ അറിയില്ലായിരിക്കും, പക്ഷെ പറഞ്ഞാൽ അറിയും. ഞാൻ പറഞ്ഞു എന്നാ പറ. അപ്പം അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പാലത്തിൽ ഒരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വലിച്ചു കീറി നിലത്തിട്ട് കത്തിച്ച ഒരു സുവിശേഷ വിരോധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ആ പാലം തകർന്നു പോയി, ശേഷം പുതിയ പാലം കേട്ടതാണ്. കേട്ടറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അന്ന് ആ കത്തിച്ച ആൾ ഞാനാ, ഇപ്പം ഞാനിത് ചുമക്കുവാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞൊരു വാദത്തിനെങ്കിലും വായിച്ചാൽ ഇത് ചുമക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതാത്തതൊന്നും ലോകത്തിൽ സംഭവിക്കുന്നില്ല. മൂന്നാമത്, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, ഈ പുസ്തകം പൂർണ്ണതയുള്ള ഒരു ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടായി ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭം കുറിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം ഏതു നിലയിൽ അവസാനിക്കും എന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് എവിടെ അവസാനിക്കുന്നത്? കേട്ടില്ല. വെളിപ്പാട്. എന്തിനാ അത് ചോദിച്ചെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ചില ക്രിസ്ത്യാനികൾ പറയുന്നത് വെളിപാടെന്നാണ്. അത് നല്ല വെളിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വെളിപാടല്ല ശരി, പിന്നെന്താ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഉപയോഗിച്ചിരിക്കുന്ന പദം റവലേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഗൂഢമായത് വെളിപ്പെടുത്തുക, മറ നീക്കി കാണിച്ചു കൊടുക്കുക തുടങ്ങിയ അർത്ഥങ്ങളാണ്. അപ്പം ഈ വെളിപ്പാടെന്ന് വരാൻ കാരണം എന്താ? വെളിപാടല്ലാത്തതെന്താ? രണ്ടും പറയാം. സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും അത് പറയണം. നിങ്ങൾ ഇവിടെ ഈ മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് ചുമ്മാ ഒരു പരിചയത്തിൻ്റെ പുറത്തൊന്ന് ചോദിക്കണം. എടാ മമ്മദൂട്ടി, നിങ്ങൾക്ക് ഈ ഖുർആൻ എങ്ങനെയാടാ കിട്ടിയെന്ന് സ്നേഹത്തിൽ ചോദിക്കണം. വഴക്കിടാനൊന്നും പോകരുത്, സ്നേഹത്തിൽ ചോദിക്കണം. എടാ അറിയാൻ വേണ്ടിയാ എങ്ങനെ കിട്ടിയ? അപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു തരും, അതെ ഞങ്ങൾക്ക് ഒരു പ്രവാചകനുണ്ടായിരുന്നു, നബി തിരുമേൽ. അദ്ദേഹം ഒരിക്കൽ ഈറ ഗുഹയിൽ ധ്യാനത്തിനായിട്ട് പോയി ഇരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിനൊരു തോന്നൽ ഉണ്ടായി. അദ്ദേഹം കണ്ണു തുറന്ന് അവിടെ ഇവിടെ നോക്കിയിട്ട് ആരോട്ട് കാണുന്നുമില്ല, പക്ഷെ സംസാരിക്കുന്ന പോലെ തോന്നുന്നുമുണ്ട്. അപ്പോൾ പേടിച്ചോടി വീട്ടിൽ ചെന്നു. ഖദീജ ഭാര്യയുടെ മടിയിൽ ചെന്ന് വിറച്ചു പനി പിടിച്ചെന്നാണ് ചരിത്രം എഴുതി വെച്ചേക്കുന്നത്. അപ്പം പേടിച്ചു. അപ്പോൾ ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, മനുഷ്യ അത് ദൈവമാണ് ദൂതനാണ് സംസാരിക്കുന്നത്, മലക്ക്, അതുകൊണ്ട് നിങ്ങൾ പോയി കേട്ടേച്ചു വാ എന്ന് പറഞ്ഞ് വീണ്ടും തള്ളി വിട്ടു. അങ്ങനെ പോയി വീണ്ടും പുള്ളി ഇതിരുന്ന് കേട്ടു എന്ന് അവർ പറയുന്ന കാര്യമാണേ. അങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ ഈ പുള്ളിക്ക് എഴുത്തും വായനയും അറിയാത്ത ആളാണ് ഇദ്ദേഹം. അപ്പം അതുകൊണ്ട് ഈ കേട്ടത് മനഃപ്പാടമാക്കിയിട്ട് പിന്നീട് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഖലീഫമാരെ ഇരുത്തി, എഴുത്തുമാനെ അറിയുന്നവർ ഇരുത്തി പറഞ്ഞു കൊടുത്ത് അന്ന് അവർ കല്ലിലും ഓലത്തണ്ടിലും പാറ കഷ്ണങ്ങളിലും ഒക്കെ കുറിച്ച് വെച്ച് പിന്നീട് ഉമറിൻ്റെ ഭരണകാലത്ത് ക്രോഡീകരിക്കപ്പെട്ട് ഗ്രന്ഥരൂപത്തിൽ ഇങ്ങോട്ട് തന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവാചകൻ ഉണ്ടായ വെളിപാട് എന്താണ്? വെളിപാടാണ് ഇത് എന്നവർ പറയും. വഴക്കൊന്നുമില്ലേ? ചുരുക്കി പറഞ്ഞാൽ എന്താ വെളിപാട്? സംസാരം കേട്ടു, ആളെ കണ്ടില്ല. ഇനി യോഹന്നാനോട് ചോദിക്കും, യോഹന്നാനെ താങ്കൾ കണ്ടത് വെളിപാടാണോ അതോ വെളിപ്പാടാണോ? യോഹന്നാൻ പറയും, കർത്തൃ ദിവസത്തിൽ തകർത്ത ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല, മറിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, രാജമുടി ധരിച്ചവനായി, വെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായി വെളിപ്പെട്ടു നിൽക്കുന്ന തേജോമയനായ ക്രിസ്തു. അതായത് വെളിപ്പാട് കാണിച്ചു കൊടുത്തു, പ്രദർശിപ്പിച്ചു. അതാണ് വെളിപ്പാട്. അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞ ക്രിസ്ത്യാനി മേലാ വെളിപാടെന്ന് പറയരുത്, വെളിപ്പാട്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പ്രദർശിപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണിച്ചു കൊടുത്തു കർത്തൃ ദിവസത്തിൽ. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയോട് ഒന്നും കൂടെ കയറ്റി പറയാം, വീട്ടിൽ യേശുവിൻ്റെ പടം വെക്കാൻ വല്ല മോഹമുണ്ടെങ്കിൽ ഈ യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ആ വർണ്ണനകളുണ്ടല്ലോ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, പെരുവെള്ളത്തിൻ്റെ പോലെ ശബ്ദം, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്, രാജമുടി, വെള്ളോടിന് സദൃശമുള്ള ഇങ്ങനെ ഒരുത്തനെ ഇരുത്തി വരച്ച് ആഗ്രഹം തീർക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്നും അല്ലാതെ ഈ പഴയ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശുവിനെ വെച്ച് കർത്താവിനെ അപമാനിക്കരുത്. ഇല്ലേ? പഴയ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവള് കൊട്ടി തേഞ്ഞിരിക്കുന്ന യേശു, അത് 8 പടത്തിലും 8 യേശു.
ഏതാ ഒറിജിനലെന്ന് ഇവനും അറിയത്തില്ല. അതുകൊണ്ട് വെറുതെ അപമാനിക്കരുത്. വെക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ വരയ്ക്കാൻ തൻ്റെ ഉള്ളവനുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസം തുറന്നു വെച്ചൊന്ന് വരയ്ക്കാൻ പറ, കാണട്ടെ. അപ്പം അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ്. ഇങ്ങനെ ഈ പുസ്തകം ചുമക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിലേക്ക് പോയാൽ വിഷയം മാറിപ്പോകും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ 2002 വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഈ കഴിഞ്ഞ 22 വർഷത്തോളമായി ഈ പുസ്തകം ചുമക്കുവാൻ, ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. എന്താണ് ഈ പുസ്തകം ലോകത്തോട് വിളിച്ചു പറയുന്ന ആപ്തവാക്യം? സകല മനുഷ്യനും ജീവനുള്ള ദൈവത്തെ അറിയണം.